Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ജോമോൻ ജ്യോതിർ, ബൈജു ചേട്ടൻ, അനശ്വര ആൻഡ് സിജു. വെൽക്കം ടു ദ ഷോ. ബൈജു ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ്. നമ്മൾ ഇതെല്ലാരും ചോദിക്കുന്നുണ്ട് ബൈജുടെ സീരിയസ് ആണ്, ബൈജുടെ സീരിയസ് ആണോ? ആണോ? ഇതൊക്കെ നമ്മളെ തകർക്കാൻ വേണ്ടി ചില ഗൂഢശക്തികൾ ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷെ ആ ഗൂഢശക്തികൾ എത്ര ശ്രമിച്ചാലും എന്നെ അടിച്ചമർത്താൻ കഴിയും. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയിൽ തകർത്ത് അഭിനയിച്ചു എന്ന് തോന്നിയ താരം ഏതാണ്? എല്ലാരും നിനക്ക് എന്ത് കഷ്ടപ്പെടാം, എന്റെ പേര് പറ. അതല്ലേ ഇല്ലേ, ഒരു ഛേദവും ഇല്ലാത്തൊരു ഉപകാരം. ഈ സിനിമാക്കാരന്റെ ഡയലോഗാണ്. എല്ലാരും നന്നായിരുന്നു, അങ്ങനെയൊന്നുമില്ല. ബൈചേട്ടൻ നന്നായിട്ട് അഭിനയിച്ചു. ബൈചേട്ടനായിരുന്നു ബെസ്റ്റ്. ബൈജു ചേട്ടന്റെ സ്വന്തം സിനിമ ആണെന്ന് തോന്നുന്ന ഒരു വികാരം എന്താണ്? ഈ പ്രത്യേകിച്ച് ഒരു വികാരമില്ല. വിവാദങ്ങളാക്കുന്നില്ലേ എല്ലാം. അല്ല, വിവാദത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമൊന്നുമില്ല അതിനകത്ത്. എല്ലാം വിവാദം ആക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കൊച്ചു കാര്യങ്ങൾ പോലും വലിയ സംഭവമാക്കും. നമ്മൾ ആൾക്കാർക്ക് അതൊരു വലിയ ഹോബിയാണത്. അവർക്ക് അതിനകത്ത് ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ഇനി ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? എനിക്ക് 240. എനിക്ക് 147. 1400 കിടന്ന പെട്ടെന്ന് കയറിയത് റീലൊക്കെ ഏതാന്ന് എനിക്കറിയാം. ഞാൻ ഒരുത്തിനെ വെച്ചു, അഡ്മിനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്ന് ബൂസ്റ്റ് ചെയ്യണം. അങ്ങനൊന്നും അല്ല, അതൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ ഞാൻ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും നമ്മളെല്ലാം ഒരു ദിവസം മരിക്കും. എന്തെങ്കിലും മരിക്കുമെന്ന് പ്രതീക്ഷയുള്ളവർ ഈ സിനിമ കണ്ടിട്ട് മരിക്കുക. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ജോമോൻ ജ്യോതിർ, ബൈജു ചേട്ടൻ, അനശ്വര ആൻഡ് സിജു. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നിങ്ങളൊക്കെ എന്താ മൊത്തത്തിലൊരു വ്യസനത്തിലിരിക്കുന്ന? ഈ സിനിമ ഇങ്ങനെ ആയതുകൊണ്ടാണോ ചേട്ടാ? അല്ല, ഇന്റർവ്യൂ ഒന്നും കഴിയുന്നില്ല. കുറെ നേരമായി ഈ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഞാനതല്ല, ഞാൻ ഈ എന്റെ ടൈറ്റിൽ ആലോചിക്കുന്നവർ എനിക്കിങ്ങനെ വ്യസനം കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വ്യസന സമേതമെന്നല്ലേ ടൈറ്റിൽ, വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അപ്പൊ ആ ടൈറ്റിൽ വായിക്കുന്നവരും വ്യസനം കൂടുന്നു. അതാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചേട്ടനെ വിളിച്ചതിൽ ഡയറക്ടർക്ക് വ്യസനമുണ്ടോ? എന്നെ വിളിച്ചല്ലോ. ഡയറക്ടറിന് വ്യസനം വരാൻ വഴിയില്ല, പ്രൊഡ്യൂസറിന് ചിലപ്പോൾ വ്യസനം കാണും. ഞാനിന്ന് അങ്ങനെ ആലോചിക്കായിരുന്നേ. അതായത് ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് 1980-കളിൽ സിനിമ അഭിനയം തുടങ്ങിയ ആൾക്കാരും 2000-കളിൽ ജനിച്ച ആൾക്കാരും. എന്തൊരു വ്യത്യസ്തമായ കോംബോയാണിത് എന്നുള്ളത്. 2000 ജനിച്ചോ? ഇവൾക്കിരിക്കാനാ, ഇവൾക്കുള്ള 90-കളിലുള്ളതാണോ? ആണോ? 90-കളിലുള്ള 2000-ലൊന്നുമല്ല ആണല്ലേ? അതെ, അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു ഞാൻ ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഇതൊക്കെ അഡീഷൻസ് അങ്ങനെ അല്ല. അപ്പോ ഈ നമ്മൾ പൊതുവെ പറയില്ലേ, അതായത് ബൈജു ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആണ്. നമ്മൾ സിനിമയിൽ കാണുമ്പോഴത്തേക്കും ഭയങ്കര ചില്ലാണ്, പക്ഷെ ഷൂട്ടിംഗ് സെറ്റിലും ലൊക്കേഷനിലും ഒക്കെ ഭയങ്കര സീരിയസ് ആണെന്ന്. അങ്ങനെ നിങ്ങളൊക്കെ പേടിച്ചിരുന്നു? ഇതെല്ലാരും ചോദിക്കുന്നുണ്ട് ബൈജുടെ സീരിയസ് ആണ്, ബൈജുടെ സീരിയസ് ആണോ? ആണോ? പക്ഷെ എന്താ ചേട്ടാ ഇങ്ങനെ ഒരു പൊതുവെ ഒരു ഗോസിപ്പ് ചേട്ടനെ കുറിച്ച്? എനിക്കറിയില്ലേ, കിംവദന്തി. ഇതൊക്കെ നമ്മളെ തകർക്കാൻ വേണ്ടി ചില ഗൂഢശക്തികൾ ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷെ ആ ഗൂഢശക്തികൾ എത്ര ശ്രമിച്ചാലും എന്നെ അടിച്ചമർത്താൻ കഴിയും. പക്ഷെ സത്യത്തിലുള്ള ബൈജു ചേട്ടൻ എങ്ങനെയാണ് അപ്പൊ? ഞാൻ എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, എന്നോട് വളരെ മാന്യമായിട്ട് പെരുമാറിയാൽ ഞാൻ അതിനേക്കാളും മാന്യമായിട്ട് പെരുമാറും. ഞാൻ ഭയങ്കര മനുഷ്യത്വമുള്ള ഒരാളാണ്. എന്നോട് മോശമായിട്ട് പെരുമാറിയാൽ ഞാൻ അതിനേക്കാളും മോശമായിട്ട് പെരുമാറും. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എൻ്റെ പണ്ട് പോലെ എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതല്ലാതെ വേറെ ഒരു ഇഷ്യൂ ഇല്ല. വേറെ ഒരു ഇഷ്യൂ ആരുമായിട്ട് ഒരു ഇഷ്യൂ നമുക്കില്ല. പക്ഷെ സത്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നോ? ബൈചേട്ടനോടെയാണ് അഭിനയിക്കണത്, സത്യസന്ധമായി പറയണം. ഇല്ല, ഭയങ്കര അതൊക്കെ അഭിനയിച്ച് തുടങ്ങുമ്പോഴല്ലേ അറിയുള്ളൂ. പക്ഷെ ആദ്യമേ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളുടെ ഒക്കെ പേര് പറയുമ്പോഴത്തേക്കും നമുക്ക് ഗുരുവായൂരിന്റെ സമയത്തെ ബൈചേട്ടൻ ആയിട്ട് പരിചയമുണ്ട്. ഭയങ്കര പാവാണല്ലേ? അല്ലേ അങ്ങോട്ട് തന്നെ ചെയ്യും.
ഇതിപ്പോ ഞാൻ പാവോട് ഭയങ്കരനാണെന്നുള്ളതാണ് ഇപ്പൊ എന്ത് അതാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ഈ ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബൈചേട്ടൻ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും 2 തവണ ആലോചിക്കണം ക്വസ്റ്റ്യൻ ചോദിക്കുമോ എന്നാണ് പൊതുവെ അങ്ങനെ പറയാറുള്ളത്. സംസാരം അത് ഉണ്ടല്ലേ. ചോദ്യം ചെയ്യുമ്പോൾ വേണം കേട്ടോ. അതെ. അങ്ങനെ അങ്ങനെ വ്യസന സമയത്ത് ബന്ധുമിത്രാദികളിലേക്ക് ജോമോൻ ഭയങ്കര വ്യസനമുണ്ടോ? എന്താ ഉറക്കം വരുന്നുണ്ടോ? ചെറിയൊരു ക്ഷീണമുണ്ട്. അതെ, രാവിലെ തൊട്ടിരുന്നതിന്റെ ആ ഒരു ക്ഷീണമാണോ? അപ്പൊ ഓക്കെ ആവുന്നുണ്ടോ? ആണല്ലേ. അങ്ങനെ ബൈചേട്ടന്റെ കൂടെ അഭിനയിച്ചപ്പോൾ അല്ലെങ്കിൽ വേണ്ട നമുക്ക് അനശ്വരയെ പിടിക്കാം കുറച്ചു നേരത്തേക്ക്. അനശ്വരയുടെ കൂടെ അഭിനയിച്ചപ്പോൾ ഇത്രയും സിനിമകളിലൊക്കെ ഇത്രയും സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ അഭിനയിച്ച അനശ്വര തന്ന ആ ഒരു ഉപദേശം എന്തായിരുന്നു ജോമോൻ? ഇല്ല, ഞാനും അനശ്വരമായിട്ട് സീൻസ് ഇല്ല. സീൻസ് ഒക്കെ ഉണ്ട്, ദൂരെ എന്നുള്ളതേ ഉള്ളൂ. ദൂരെ നിന്നിട്ടില്ല, നമ്മള് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല. നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടല്ലേ. എനിക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ട് ജോമോനോട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ജോമോൻ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് സിജുവിലേക്ക് ആ ചോദ്യം പാസ് ചെയ്യാണ്. ഇവിടെ ഈ ഒരു മികച്ച നടി അല്ലെങ്കിൽ ഈ ഒരു ഒരുപാട് സിനിമകൾ അഭിനയിച്ച നടി തന്ന ഒരു ഉപദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ഉപദേശമൊന്നും ഞാൻ ആരെയൊന്നും മേടിക്കാറില്ല. അങ്ങനെ ഒരു ഉപദേശമൊന്നും ഞാൻ ആരൊന്നും മേടിക്കാറൊന്നുമില്ല. ഞാൻ എന്തിനാണ് വെറുതെ പോകുന്നിടത്തേക്ക് പോയിട്ട് ഉപദേശിക്കാൻ, എനിക്ക് വയ്യേ. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലേ? ഞങ്ങള് പിന്നെ തിരിച്ച് അങ്ങോട്ട് കൊടുത്തായിരുന്നു. എന്തെങ്കിലും അറിയണ്ടേ? എനിക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എന്തെങ്കിലും അറിയണ്ടേ? പക്ഷെ നിങ്ങൾക്ക് മറ്റേ ഗുരുവായൂരമ്പല നടയിലോട്ടുള്ള ബന്ധമാണല്ലേ? ഗുരുവായൂരമ്പലമാണ് പരിചയം. പക്ഷെ അതിനകത്ത് അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ല. ഇതിനകത്താണ് കോമ്പിനേഷൻ സീൻസ് ഉള്ളത്. ആണ്. ഒരു അച്ഛൻ മകൾ ബന്ധം നിങ്ങൾ തമ്മിലുണ്ടോ ചേട്ടാ? ഇല്ല ഇല്ല. അല്ല, സിനിമ മൊത്തത്തിലൊരു ഒരു അടുപ്പം കൊണ്ടുള്ള ഒരു അച്ഛൻ മകൾ ബന്ധമുണ്ടോ ഇവളെന്റെ ഫ്രണ്ടാണ്. ഓ മൈ ഗോഡ്, ചേട്ടൻ ആ തലമുറയിലേക്ക് ഇറങ്ങി. എന്റെ കൂട്ടുകാരവരൊക്കെ കൂട്ടുകാരാണ്. നമ്മുടെ ഒരു ഇരിക്കുന്ന നമ്മുടെ വൈബ് അതാണ്. നമ്മളോട് ഇരിക്കുന്ന തന്നെ അതുകൊണ്ട് ആ ഒരു വൈബ്, യങ് വൈബായോണ്ട്. പക്ഷെ എന്റെ ചെറിയൊരു കട്ടുണ്ടല്ലേ, ഉണ്ട് കളറ് കട്ട് ഒക്കെ കൊണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് ചേട്ടാ. ഇവിടെ അച്ഛനായിട്ട് ഞാൻ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് വ്യസന സമയത്തുള്ള ചോദ്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ജോമനോട്ട് കൊടുക്കാം. ഈ അടുത്ത് വ്യസനം തോന്നിയ ഒരു സംഭവം എന്താണ്? ഈ ഇന്റർവ്യൂ വന്നിരിക്കുന്നതെന്ന് പറയുന്നു പ്ലീസ്. ക്ഷമിച്ചിട്ടേ ഇല്ല, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളാണ്. ചേട്ടൻ പറയട്ടെ, ഈ അടുത്ത് വ്യസനം തോന്നിയ ഒരു സംഭവം എന്താണ്? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. വ്യസനമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. സന്തോഷം മാത്രമല്ലല്ലോ, വ്യസനമൊക്കെ ഉണ്ട്. നമുക്ക് പറയാൻ പറ്റാത്ത വ്യസനങ്ങളാണ് അതൊക്കെ. നമുക്കുള്ള വ്യസനങ്ങളൊക്കെ നമുക്ക് എല്ലാവരും പറഞ്ഞിട്ട് അതിന് പരിഹാരമില്ല, പിന്നെ പറയേണ്ട കാര്യമില്ല. സന്തോഷം മാത്രമല്ല, വ്യസനമുണ്ട്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാണ്. ബന്ധുമിത്രാദികൾ ഒരു ശല്യമായി തോന്നിയത് എപ്പോൾ? ശല്യോ? അങ്ങനെയൊക്കെ തോന്നാലൊക്കെ പിന്നെ കാണേണ്ടതാണ്. അതെ, ശല്യായിട്ടൊന്നും തോന്നിയിട്ടേ ഇല്ല. അവർ കടം ചോദിക്കുമ്പോൾ കറക്റ്റ് അല്ലേ? തീർച്ചയായിട്ടും അനശ്വര അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാകും ജീവിതത്തിൽ. കടമൊന്നും ചോദിച്ചതിന്റെ അല്ല, അഭിപ്രായം പറയേണ്ടടുത്ത് ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്ന സമയത്തൊക്കെയുള്ള ചില ബുദ്ധിമുട്ടികളോ? വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയിൽ എന്റെ അമ്മ മറ്റേ നാക്കുളുക്കാതെ പറയാതെ പറയാൻ തന്നെ ഒരു വലിയ ടാസ്കാണ്. തകർത്ത് അഭിനയിച്ചു എന്ന് തോന്നിയ താരം ഏതാണ്? എല്ലാരും നന്നായിട്ട്. ഈ ചീഞ്ഞ ആൻസറിന് വരെ വേറെ ഒന്നും പറ. നിനക്ക് എന്ത് കഷ്ടപ്പെടാം, എന്റെ പേര് പറ. അതല്ലേ ഒരു ഛേദമില്ലാത്ത ഒരു ഛേദമില്ലാത്തൊരു ഉപകാരം. ഈ സിനിമാക്കാരന്റെ ഡയലോഗാണ്. എല്ലാരും നന്നായിരുന്നു, അങ്ങനെയൊന്നുമില്ല. ബൈചേട്ടൻ നന്നായിട്ട് അഭിനയിച്ചു. ബൈചേട്ടനായിരുന്നു ബെസ്റ്റ്. ഇവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നില്ല. ബൈചേട്ടന്റെ സ്വന്തം സിനിമ ആണെന്ന് തോന്നുന്ന ഒരു വികാരം എന്താണ്? ഈ പ്രത്യേകിച്ച് ഒരു വികാരമില്ല. അല്ല, ചിലപ്പോ നമുക്ക് ഇപ്പൊ ജഗദീഷ് ചേട്ടനോടൊക്കെ ചോദിക്കാൻ പറയും, അല്ലെങ്കിൽ സിദ്ദിഖിനോട് ചോദിച്ചാൽ പറയും എനിക്ക് എന്റെ സിനിമ കാണുമ്പോൾ എനിക്കൊരു ചമ്മല് വരും, അപ്പൊ ഞാൻ പെട്ടെന്ന് റിമോട്ട് മാറ്റി ചാനലൊക്കെ മാറ്റി കളയുമെന്ന്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ കാണും, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എന്നെ സ്ക്രീനിൽ കാണാൻ ഇഷ്ടമാണ്. ചേട്ടന്റെ റോളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ രോമാഞ്ചം വരാറുണ്ടോ? രോമാഞ്ചം ഒന്നും വരില്ല, രോമാഞ്ചം ഒന്നുമില്ല. പക്ഷെ നമ്മൾ എന്താണ് ചെയ്തതെന്ന് ഫൈനൽ ഔട്ട് വരുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അത് കാണുമ്പോൾ ഒരു രസമല്ലേ, നമുക്ക് അതിൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ അറിയാൻ പറ്റും. അല്ല, കാര്യമായിട്ട് പറഞ്ഞു. ഇപ്പം എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല, ചെയ്യുന്നവരും ഉണ്ട്. എന്താണ് അതിൻ്റെ കുറവുകളെന്നുള്ളത് പരിശോധിക്കും കാണുമ്പോൾ.
ഇതുവരെയുള്ള സിനിമകളിൽ അനശ്വരയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനശ്വരയുടെ സ്വന്തം സിനിമ ഏതാണ്? എന്റെ സ്വന്തം സിനിമ, എന്റെ ആദ്യത്തെ സിനിമ. ഉദാഹരണം സുജാത. പക്ഷെ എനിക്ക് അനശ്വരനെ ഓർമ്മപ്പെടാതെ അറിയോ, തണ്ണീർമത്തൻ ദിനങ്ങൾ മുതലുള്ള അനശ്വരനെയാണ്. ഒരു കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് ഒരു കുഞ്ഞു കുട്ടിയായിട്ട് വന്ന അനശ്വരനെ എത്ര വളർന്നടാ. എല്ലാ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, ബസ് ഡ്രൈവറായിട്ട്. ചെറിയ ഞാൻ പോയില്ല. ചേട്ടൻ എന്ത് പറഞ്ഞു, ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞോ? അല്ല, ഞാൻ വായിച്ചു നോക്കി, ഒന്നുമില്ല കാര്യമായിട്ട്, ഞാൻ പോയില്ല. അതെ, പാവാ ഡയറക്ടർ ഇത് കേൾക്കണ്ട, അയാൾ കേൾക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത്. അല്ലെ, ബൈജുചേട്ടനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം ഇത് തന്നെയാണ്, എല്ലാം തുറന്നടിച്ച് പറയുന്ന, മുന്നും പിന്നും നോക്കാത്ത ഒരു താരമാണെന്ന്. അങ്ങനെയാണോ ചേട്ടൻ സത്യത്തിൽ? ഉറപ്പായിട്ടും പറയും. ആണ്. അങ്ങനെ അതിന്റെ പേരിൽ ചേട്ടൻ എന്തെങ്കിലും സിനിമ അവസരങ്ങൾ നഷ്ടമായി? ഒരുപാട് നഷ്ടമായിട്ടുണ്ട്, പക്ഷെ അത് നിർത്താൻ ഞാൻ തയ്യാറല്ല. എന്നാലും നന്നാവില്ല. അത് അവര് ആ സെൻസിലെടുക്കുന്നവര് മനസ്സിലൊന്ന് വെച്ചിട്ട് വേറെ രീതിയിൽ ഞാൻ പെരുമാറില്ല. മനസ്സിലുള്ള കാര്യം അത് ക്ലിയർ ചെയ്യണം. ഒരാളുമായിട്ട് തെറ്റിദ്ധാരണ ക്ലിയർ ചെയ്ത് പോകണമല്ലേ നല്ലത്, അതായത് ഉള്ളി വെച്ച് നടക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് പറയുന്നു എന്നുള്ളേ ഉള്ളൂ. അല്ല, ഈ തണ്ണീർമത്തൻ്റെ കാര്യം പറഞ്ഞാൽ പറയുന്നില്ല, ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ചെയ്യാവുന്നില്ല, അതുകൊണ്ട് ചെയ്യാത്ത. ചേട്ടൻ ഇതിന് പിന്നെ അവിടെ ഇരുന്നിട്ട് മറ്റേ ഇത് ഒരു അമേരിക്കക്കാരൻ വായിക്കുന്നത് എങ്ങനെയാന്ന് കേൾപ്പിച്ചായിരുന്നല്ലോ, അത് ഒന്നുകൂടെ അമേരിക്കക്കാരൻ വായിക്കാൻ പാടായിരിക്കും അത്. എന്നാലും എങ്ങനെയായിരിക്കും എന്നാണ് ചേട്ടൻ്റെ ഒരു വ്യാസൻ എന്നൊക്കെ വായിക്കും ചിലപ്പോ. സായിപ്പിന് അത് വരില്ല. സായിപ്പ് വായിക്കണം വ്യാസാന സമേതം ബന്ധു എന്നൊക്കെ വായിക്കുള്ളൂ. ഞാൻ അന്നേ പറഞ്ഞാണ് ഇത്രയും ലെങ്ത് ഉള്ള പേര് വേണ്ട, ഷോർട്ട് ആയിട്ടുള്ള പേര് ഇടണമെന്ന്. പക്ഷെ ഇവരാരും സമ്മതിച്ചില്ല. ഞാൻ പ്രൊഡ്യൂസറിനോട് പറഞ്ഞു, ഡയറക്ടറോട് പറഞ്ഞു, വേറെ ഒരുപാട് പേര് ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തു, പല പേരുകൾ. സത്യം, കോലാഹലം, വൻ ബഹളം. ഈ പടം എന്ന് പറയുന്നത് വൻ ബഹളമാണ്. മൊത്തത്തിൽ എല്ലാ കഥാപാത്രങ്ങളും ബഹളവും തമ്മിലടിയും ചീത്തവിളിയും വഴക്കും ഒക്കെയാണ്. അപ്പൊ അതിന് കോലാഹലം നല്ല പേരാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഇട്ടില്ല, ഇപ്പൊ അനുഭവിക്കട്ടെ. ഇത് പറയാൻ തന്നെ പാടുപെടില്ല ഇപ്പൊ ആൾക്കാര്. വ്യസന സമേതം ബന്ധുമിത്രാദി സഞ്ചയന കാർഡിൽ അടിക്കുന്നതാണ് എല്ലാം കഴിഞ്ഞിട്ടാ എന്ന്. വ്യസന സമേതം ബന്ധുമിത്രാദി വായിച്ചിട്ടില്ല സഞ്ചയന. അല്ല ചേട്ടന് ഇങ്ങനത്തെ ചേട്ടന് ഇത്ര വ്യത്യസ്തമായ പേരുകളൊക്കെ ഇവരോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചേട്ടന്റെ ക്രിയേറ്റിവിറ്റി തൽക്കാലം കയ്യിലിരിക്കട്ടെ എന്നായിരുന്നു. ഞാൻ പൊതുവെ ടൈറ്റിൽ ഇടുന്ന ഒരാളാണ് ഞാൻ. ആണോ? ഞാൻ ഇപ്പം നമ്മുടെ എം പത്മകുമാറിന്റെ പടത്തിന് ഞാൻ 2 ടൈറ്റിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ ഇടുവില്ലെന്ന് എനിക്കറിയില്ല. ഞാനും ഇയാളും കൂടെ അഭിനയിച്ച പടം, റോഷൻ മാത്യും കൂടെ, പത്മകുമാറിന്റെ പടം. അപ്പൊ എന്താ ചേട്ടനോട് പറഞ്ഞ ആ ടൈറ്റിൽ കേട്ടപ്പോ? അല്ല, ആ ടൈറ്റിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി ഇട്ട അവർക്ക് കൊള്ളാം. ഞാൻ വേറെ പടത്തിൽ അഭിനയിച്ചപ്പം നമ്മുടെ 1 ഗ്രാം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത് ബിബിന്റെ സാഹസം, നല്ല പേരല്ലേ? നല്ല പേരാ സാഹസം. ചെറിയ പേരാണ്, ചെറിയ പേരാണ്. ഈ ഐ വി ശശിയുടെ പടങ്ങൾ എടുത്തിട്ടുണ്ട്, എല്ലാം ചെറിയ പേരുകളാണ്, ലെങ്തുള്ള പേരേ ഇല്ല. അഹിംസ, ഇതെല്ലാം ചെറിയ ചെറിയ. ഇങ്ങനെ ഇത്രയും വലിയ നീട്ടമുള്ള പേര് ആണ് എന്ന് നമുക്കത് ചുരുക്കാമെന്ന് പറയുമ്പോൾ സംവിധായകൻ പറഞ്ഞ ന്യായീകരണം എന്തായിരുന്നു ചേട്ടാ? അല്ല, സംവിധായകൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടു കാണും പുള്ളി. നമ്മൾ പിന്നെ അതിനകത്ത് കൂടുതൽ ഇടപെടേണ്ട കാര്യമില്ല, പറയാനുള്ള പറഞ്ഞു. അല്ലേ, നമ്മളിപ്പോ അനശ്വരയുടെ കഥാപാത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു നാടൻ പെൺകുട്ടി ശാലിന കുലിന ഈ റോളുകളിൽ മറ്റേ അനശ്വര ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? കാരണം നമ്മൾ ഈ അടുത്തടുത്ത സിനിമകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അനശ്വര ഭയങ്കര ഒരു ഇപ്പൊ ഈ വ്യസന സമയത്തിലാണെങ്കിലോ അതെ, അതിന് മുൻപ് പൈങ്കളിയിലാണെല്ലോ അതെ, ഒക്കെ ഒരു വളരെ നാടൻ പെൺകുട്ടിയാണ്. ഇപ്പം മലയാളത്തിൽ എങ്ങനെയാണ് ഭയങ്കര മോഡേൺ ആയിട്ട് അങ്ങനെയുള്ള വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടോ? അല്ല, ഭയങ്കര അങ്ങനെ അതിനുണ്ടോ ക്യാരക്ടറില് എല്ലാം അങ്ങനെ അല്ല. ഇപ്പൊ എല്ലാത്തിലും സെറ്റ് ചെയ്തേക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരു നാട്ടുമ്പുറോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വീടോ ചുറ്റുവട്ടങ്ങളോ ഒരു നോർമലി ഒരു കണ്ടന്റുകളാണ് ഒക്കെ മലയാളത്തിലൊക്കെ വരുന്നത്. അങ്ങനെയുള്ളൂ, ടൈപ്പ്കാസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. നല്ലൊരു കഥ, അതിനകത്ത് നല്ലൊരു കഥാപാത്രമാണ്. ഈ നാടനായാലും മോഡേൺ ആണെങ്കിലും ചെയ്യാന്നുള്ളൂ, അത്രേ ഉള്ളൂ. നാടനായോണ്ട് ചെയ്യുന്നു, മോഡേൺ ആയോണ്ട് ഇനി അത് മാറ്റി പിടിക്കാം, അങ്ങനെ ചിന്തിച്ചിട്ടില്ല അല്ലേ? മരണമാസത്തിന് ശേഷം സിജു സണ്ണിയുടെ അടുത്ത പ്ലാൻ എന്തായിരുന്നു? വ്യസന സമയത്തായിരുന്നു മുൻപ് സംഭവിച്ചത്? അല്ല, മരണമാസത്തിന് ശേഷമാണ് നേരെ വ്യസന സമയത്ത് ജോയിൻ ചെയ്യുന്നത്. അപ്പത്തേക്ക് ഒരു തിരക്കഥാകൃത്തൊക്കെ ആയിട്ട് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്തതേക്കും നമുക്ക്. അല്ല, ഇത് ഓൾറെഡി ഈ ബിബിൻ ചേട്ടനും ഈ ടീമുമായിട്ട് ഞാൻ ഗുരുവായൂർ തൊട്ടേ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്നല്ല അവർക്കെല്ലാം പക്കയായിട്ട് അറിയാം, അപ്ഡേറ്റ് ആണ് അവരെല്ലാരും. പിന്നെ അങ്ങനെയുള്ളൊരു പുതിയ തിരക്കഥാകൃത്ത് അങ്ങനെയുള്ളൊരിതൊന്നുമില്ല, പഴയതുപോലെ തന്നെ. അതാണ് നമുക്കും ഇഷ്ടം. ഇവിടെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് വന്നത്?
ഇത് ബിബിൻ ചേട്ടൻ ഒരു ദിവസം ഞാനും വിളിച്ചിട്ട് കഥ കേൾക്കാൻ വേണ്ടി സെറ്റ് ചെയ്തായിരുന്നു. അപ്പം കേട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഏതെങ്കിലും കഥ കേട്ടിട്ട് ജോമൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. കുറച്ച് അതിനുശേഷം അതിനെ കുറിച്ച് റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല അങ്ങനെ അത്രത്തോളം ആയില്ല. ചേട്ടൻ അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചേട്ടാ? കാരണം ചേട്ടനാണ് ഒരു ഏറ്റവും മുതിർന്ന താരം, ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള താരം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സിനിമ ഇത് കേട്ടിട്ട് എനിക്ക് വേണ്ട, എനിക്ക് ഇതിനകത്ത് ഒരൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ബുദ്ധിമുട്ട് തോന്നിയ കഥാപാത്രങ്ങളോ അല്ലെ സിനിമകളുണ്ടോ? അല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്യേണ്ട റോളുകൾ 1-2 പടങ്ങളേ ഉള്ളൂ. വേറെ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്തിരുന്നത് കുറച്ചുകൂടെ നന്നാവുമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സിനിമയുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. വലിയ പടമാണ്, അതൊക്കെ ചെറിയ പടങ്ങളൊന്നുമല്ല. അങ്ങനെ 2 പടം ഉണ്ടായിട്ടുണ്ട്. ആണ്. ചേട്ടൻ അങ്ങനെ ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള കടുംപിടുത്തക്കാരനായിട്ടുള്ള ഒരാളാണോ ബേസിക്കലി? ഞാൻ എന്തുകൊണ്ടാണ് ചേട്ടനോട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയോ? ഇവരൊക്കെ എനിക്ക് അറിയാം നന്നായിട്ട്. ഞാൻ പൈസ മേടിക്കാതെ എത്ര സിനിമ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 3-4 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ആണോ? അത് ഒരു പൈസ പോലും വാങ്ങിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് അങ്ങനെ അത് ആ സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ അഭിനയിച്ചിട്ടുള്ള. ശരി. നിങ്ങൾ ആരൊക്കെ അങ്ങനെ ചെയ്യാൻ തയ്യാറാവും പൈസ വാങ്ങാതെ സിനിമയിൽ അഭിനയിക്കാനായിട്ട്? നല്ലതാണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പൊ ഇനീഷ്യൽ ആയിരുന്നല്ലോ, ഇപ്പം തുടക്കമാണല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനല്ല, ഇപ്പൊ തുടക്കം ആയതുകൊണ്ട് നല്ല പരിപാടികൾ വരുവാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഫിനാൻഷ്യലി ഇതാണെങ്കിലും ചെയ്യും. അനശ്വര ഇപ്പൊ അങ്ങനെ ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു സിനിമയ്ക്കകത്ത് ഞാൻ അങ്ങനെ കാശൊന്നും പറഞ്ഞിട്ട് എനിക്ക് അതിനോടുള്ള അത് കാണണം അറിയണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ സത്യസന്ധമായിട്ട് അനശ്വരയോട് ഒരു കാര്യം പറയട്ടെ. കാരണം ഞാനിങ്ങനെ എൻ്റെ ഇന്റർവ്യൂ കരിയറിൽ ഒരുപാട് ഇന്റർവ്യൂസ് ഇങ്ങനെ പല ആർട്ടിസ്റ്റുകളുടെ കൂടെ എടുക്കുമ്പോഴും എല്ലാ കാലത്തും ഇങ്ങനെ ഏത് സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാലും വളരെ ഹാപ്പി ആയിട്ട് ഓടിച്ചാട് വന്നിരിക്കുന്ന ഒരാളാണ് അനശ്വര. അപ്പൊ ഇങ്ങനെ പല അപവാദങ്ങൾ പലയിടത്ത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ആ കൊച്ചാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഓടി വന്നിരിക്കുന്ന ഒരാള്. വളരെ ആക്റ്റീവായിട്ട് എല്ലാ ഇന്റർവ്യൂസിലും ഇരുന്ന് സംഭവം എനിക്കറിയാം. അങ്ങനെ ചേട്ടൻ എങ്ങനെയൊക്കെയുള്ള അപവാദങ്ങൾ വിവാദങ്ങളിലൊക്കെ ചെന്ന് പെടുമ്പോഴത്തേക്കും ചേട്ടൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ്? രണ്ടിടത്ത് പൊട്ടിച്ചാലോ എന്നുള്ളതാണോ അതോ ഈ വിവാദങ്ങളാക്കുന്നതല്ലേ എല്ലാം? അല്ല, വിവാദത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമൊന്നുമില്ല അതിനകത്ത്. എല്ലാം വിവാദം ആക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും വലിയ സംഭവമാക്കും. നമ്മൾ ആൾക്കാർക്ക് അതൊരു വലിയ ഹോബിയാണത്. അവർക്ക് അതിനകത്ത് ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ഇനി ആണല്ലേ? പിന്നെ അവർക്കൊരു സാഹചര്യം കിട്ടുമെങ്കിലേ ഉറപ്പായിട്ടും ചെയ്യണം. അത് ചെയ്യാതിരിക്കരുത്. അത് ശരിയാ ചേട്ടാ. ചേട്ടൻ ഇതുവരെ കൂടെ അഭിനയിച്ച താരങ്ങളിൽ ഇയാളൊരു ഭയങ്കര നടനാണല്ലോ എന്ന് നമുക്ക് തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ? ഇപ്പൊ നമ്മളെല്ലാവരും മമ്മൂക്കയെ കുറിച്ചാണേലും ലാലേട്ടനെ കുറിച്ചാണേലും ഒക്കെ നമ്മളിങ്ങനെ പറയുമെങ്കിലും ചേട്ടന് സ്വയം ഭയങ്കര അത്ഭുതം തോന്നിയ ഒരു നടൻ ആരായിരിക്കും? ഞങ്ങളെ ചേട്ടന്റെ പേര് അത് മറ്റാരുമല്ല, അത് സാക്ഷാൽ ജഗതി ചേട്ടനാണ്. ഞെട്ടിക്കുന്ന പ്രകടനമാണ് ഓരോ സിനിമയില്. സിനിമ ചിലപ്പോൾ പോരായിരിക്കും എങ്കിലും പുള്ളി അദ്ദേഹത്തിന്റെ കഥാപാത്രം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ട് പോകും, എന്ത് റോളാണെങ്കിലും. ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ജഗതി ചേട്ടനോട് എപ്പോഴെങ്കിലും? പിന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ചേട്ടന് അദ്ദേഹത്തിനെ വെട്ടാൻ അതിന് ആരുമില്ല കേട്ടോ, മലയാള സിനിമയിൽ ആരുമില്ല. ചേട്ടന്റെ സിനിമകളിൽ ഭയങ്കരമായിട്ട് എപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഏതായിരിക്കും? മാട്ടുപട്ടി മച്ചാൻ കാണാൻ ഇഷ്ടമാണ്, കുത്തമ്പണം കാണാൻ ഇഷ്ടമാണ്. ഇത്രയൊക്കെ ഉള്ളൂ. എന്റെ പൊന്നെ, ഞാൻ പിന്നെ ചിരി കൊടുക്ക അച്ഛാ, ചിരി കൊടുക്കല്ല. ഇപ്പൊ അവന് ജിത്തു ജോസഫിന്റെ പടം അതായിരുന്നു, നുണക്കുഴിയൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പൊ വീണ്ടും സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേരിട്ടു, ഒരു മരണ വീടാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞു. ഏതെങ്കിലും മരണ വീടുകളിൽ പോയപ്പോഴത്തേക്കും അവിടെ കണ്ട ഒരു കഥ, ഒരു സംഭവം ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇത് സിനിമയിലുണ്ടോ? എന്തായിരുന്നു? കുറെ ഇൻസിഡൻസ് ഉണ്ട്. എനിക്ക് ഇതിനകത്തുള്ള മേജറായിട്ടുള്ള പരിപാടികളെല്ലാം നമ്മൾ നോർമലി മനോടുകളിൽ കണ്ടിട്ടുള്ള പരിപാടികളാണ്. എങ്കിൽ ഒരെണ്ണം പറയൂ, ഒരു എക്സാമ്പിൾ പറയൂ ഞങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. മീൻസ് ഓരോ 12 മണിക്കാരുടെ പരിപാടികള്, അവരുടെ കുറെ പരിപാടികളുണ്ടല്ലോ, കസേര കൊണ്ടുവരുന്ന ആൾക്കാരുടെ ഇത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് നമ്മളിപ്പോ കാണുന്ന മല്ലികാന്റിയെ കുറിച്ച് ചോദിക്കാതെ എങ്ങനെ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കും? അങ്ങനെ നോക്കണ്ട ചേട്ടാ, ഞങ്ങൾ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അതിനകത്തൊക്കെ കൂടുതലുണ്ടായിരുന്നു. കൂടെ അഭിനയിച്ചപ്പോൾ ഡാൻസ് ഒക്കെ നിങ്ങളെക്കാൾ നന്നായി ഡാൻസ് കളിക്കുന്ന മല്ലികാന്റിയാണെന്ന് തോന്നിയിരുന്നു. അതെ, മല്ലിക ചേച്ചിയാണ്, ശരിക്കുമാണ്. ആള് തന്നെയാണ് എല്ലാം ഇനീഷ്യേറ്റീവ് എടുക്കുന്നതും ഭയങ്കര നമ്മളെക്കാളും എക്സൈറ്റിംഗ് ആയിട്ട് ചെയ്യാം. ആൾക്ക് കുറച്ച്
എഴുത്തിന് കുറച്ച് ആരോഗ്യ പരിമിതികളുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറഞ്ഞ ആള് ചെയ്യണോ, ചെയ്യാം, ഒരു കുഴപ്പമില്ല, അപ്പൊ തന്നെ എഴുന്നേറ്റിരുന്ന് ഭയങ്കര രസമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. ഭയങ്കര എനർജി ആയിട്ട്, ഭയങ്കര ഓണായിട്ട് എപ്പോഴും ഷൂട്ട്. നമ്മള് നേരത്തെ ആളുടെ സീൻ ഫസ്റ്റ് ഷൂട്ട് ചെയ്ത് ഇതാക്കാൻ നിൽക്കുകയാണ്, പക്ഷെ എത്ര ലേറ്റ് ആയിട്ട് പോയാലും അത്രയും ഓണായിട്ട് അവസാനം വരെ നിന്ന് കിടലായിട്ട് നിൽക്കുന്ന ഒരാളാണ് മല്ലി. നിങ്ങളെ കളിച്ചാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു സ്റ്റെപ്പ് ഏതായിരുന്നു? കളിച്ചാൽ ഏറ്റവും ഒരു സ്റ്റെപ്പോ, ഞാൻ ഇപ്പൊ എഴുതിയതിന്റെ സ്റ്റെപ്പ് കാണിച്ചിരണോ? സ്റ്റെപ്പുകളൊക്കെ അതിനകത്ത് കേട്ടോ. അതിനകത്ത് എല്ലാം ഈസി ആയിരുന്നു. അങ്ങനെ ടഫ് സ്റ്റെപ്പ് ആണെന്ന് തോന്നിയോ? അല്ല പിന്നെ എനിക്ക് ഉള്ളതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതായിരുന്നു? സ്റ്റെപ്പ് തന്നെ. അപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു സിനിമ വരുന്നു, ഇങ്ങനെ ഒരു മികച്ച എന്താ പറയാ സംവിധായകൻ, ഓൾറെഡി കഴിവ് തെളിയിച്ച ആളുകൾ, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ ചേട്ടാ? ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും? ഇതൊന്നുമല്ല, സിനിമ ഓടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. കാരണം നമ്മൾ അഭിനയിച്ചൊരു സിനിമ തീർച്ചയായിട്ടും ഓടണമെന്ന് ആഗ്രഹിക്കും. ഇപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. അത് എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹമുണ്ട്, ഓടിയാൽ നല്ലതല്ലേ. എനിക്ക് പെട്ടെന്ന് നിങ്ങൾ കളിക്കുന്ന നമ്മൾ ആകെ കാണാൻ സാധിച്ചത് നിങ്ങൾ ഡാൻസ് കളിക്കുന്നതാണല്ലോ. മല്ലികയും അനശ്വരയും മറ്റൊരു കുട്ടിയും കൂടെ ഡാൻസ് കളിക്കുന്ന മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ നമ്മൾ റീൽ എടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കാലഘട്ടത്തിലെ കുട്ടികളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രേസ് ആണല്ലോ. അങ്ങനെ വളരെ കൂടുതലായിട്ട് റീൽ എടുക്കുന്ന അനശ്വരയുടെ പരിചയത്തിലുള്ള ആളാരാണ്? എന്റെ പരിചയത്തിൽ അങ്ങനെ റീൽസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് അങ്ങനെ ആൾക്കാരില്ല. എന്റെ ചേച്ചിയൊക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ചേച്ചിയൊക്കെ അങ്ങനെ എന്തെങ്കിലും റീൽസ്, അവള് റീൽസ് ആയിട്ട് എടുക്കുന്നില്ല, വെറുതെ പോകുമ്പോൾ അവിടെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഒരു രസമുള്ള കുറെ വീഡിയോസ് ഒക്കെ. എസ്തെറ്റിക്. നിങ്ങൾ രണ്ടുപേരുടെ ആക്ടിവിറ്റീസ് എന്താണ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകളിൽ? വളരെ ആക്റ്റീവായിട്ട്. ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? എനിക്ക് 240. നിനക്കോ? എനിക്ക് 2 ലക്ഷം. അത് തന്നെ 2 ലക്ഷം എന്ന് പറയുമ്പോൾ 200K. എനിക്ക് 147K. എന്താന്നറിയോ, 1400 കിടന്ന വെറും 1400. പെട്ടെന്ന് കയറിയത് റീലൊക്കെ ഏതാന്ന് എനിക്കറിയാം. അത് പെട്ടെന്ന് കയറിയ റീൽ ഏതാന്നൊക്കെ എനിക്കറിയാം. ഞങ്ങൾക്കെല്ലാം അറിയാം. 1.5 വർഷം മുമ്പ് വെറും 1400 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഒരുത്തിനെ വെച്ചു, അഡ്മിനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്ന് ബൂസ്റ്റ് ചെയ്യണം. അങ്ങനൊന്നും അല്ല, അതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അതൊക്കെ അല്ല, റീലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അറിയാം. ഞാൻ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാർ ഓടിക്കാനൊക്കെ നല്ല ബ്രബോളും ഇപ്പൊ 147K ഉള്ളൂ. അതുപോലെ 2 റീലൂടെ ചെയ്താൽ 300 ആകും, 400 ആകും. അല്ല, റീലൊക്കെ ഇനിയും ചെയ്താലേ റീലിടാൻ സമയമായി. എന്തോ മൊന വെച്ച് അല്ല ചേട്ടൻ ഇത് തന്നെ കിട്ടണം ചേട്ടാ. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഈ രണ്ടോ അല്ല യമാനോട് വന്നാലേ ഇത് കൊഴുക്കുള്ളൂ. 2 സൈഡ് ഇരുത്തി ആവശ്യത്തിന് ചേട്ടാ വാങ്ങുന്നില്ലേ? ചുമ്മാടങ്ങിയിരിക്കണം, ഇപ്പൊ തരും തിരിച്ച്. നമുക്ക് നിർത്തണ്ടേ, സമയമായില്ലേ? ചേട്ടാ പറയട്ടെ, വ്യസന സമേത ബന്ധുമിത്രാദികളെ കുറിച്ച് വളരെ എക്സ്ക്ലൂസീവായിട്ട് ആൾക്കാരോട് പറയാനുള്ളത് എന്താണ്? എന്തായാലും നമ്മളെല്ലാം ഒരു ദിവസം മരിക്കും, എല്ലാവരും മരിക്കും അല്ലേ? സിനിമ കണ്ടിട്ട് മരിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും മരിക്കുമെന്ന് പ്രതീക്ഷയുള്ളവർ ഈ സിനിമ കണ്ടിട്ട് മരിക്കുക. പറയാൻ എനിക്ക് പറയാം. കാര്യം അവർക്ക് അപ്പം മനസ്സിലാവും അവർ മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും. ആ അവസ്ഥ അറിയണമെങ്കിൽ ഇത് കാണണം. അങ്ങനെ ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു ടാസ്ക് ആണ്. നിങ്ങൾ 3 പേർക്ക് ഇതിന് മുകളിൽ എന്ത് പറയാൻ സാധിക്കും? പറ്റില്ല, സാധനമില്ല. ജന്മത്ത് പറയാൻ പറ്റില്ല, നടക്കില്ല. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കോട്ടെ. ഏതായാലും ജൂൺ 13 വ്യസന സമേതം ബന്ധുമിത്രാദികൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാ പ്രേക്ഷകരും, കുടുംബ പ്രേക്ഷകർ, ചെറുപ്പക്കാർ, എല്ലാ പ്രായത്തിലുള്ളവരും ഒക്കെ സിനിമ തിയേറ്ററിൽ പോയി കാണട്ടെ. അതിനുശേഷം OTT ഇറങ്ങുമ്പോഴും സിനിമ ഒരു വിജയമാകട്ടെ. ഒന്ന് എഴുന്നേക്കടാ. Wishing you all the very best and thank you so much. Thank you. Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert.